ശരീരഭാരമുള്ളവർ സമൂഹത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത്. ബോഡി ഷേമിങ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നഷ്ടപ്പെടുക, ഇനി ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാൻ ബുദ്ധിമുട്ട് വരിക, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ ഇരിക്കാൻ അവർക്ക് കംഫർട്ടബിൾ അല്ലാതാവുക, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരിക തുടങ്ങിയ അനേകം പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന കാരണം കൂടുതൽ കലോറി ഭക്ഷണങ്ങൾ ഡേ ടു ഡേ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നത്, ഫ്രൈഡ് ഐറ്റംസിന്റെയും മധുരത്തിന്റെയും അമിത ഉപയോഗം, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത്, സ്ട്രെസ്സും ഉറക്കക്കുറവ്, ഇനി മറ്റു മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം, അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ PCOD, ഹൈപ്പോതൈറോയിഡിസം പോലുള്ള ബുദ്ധിമുട്ടുകൾ, പാരമ്പര്യം ഒക്കെ തന്നെ ഇതിന്റെ പ്രധാന കാരണങ്ങളാണ്. ഇതിനെ പരിഹരിക്കാനായി ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുകയാണ് വേണ്ടത്. അതായത് ഹെൽത്തി ഡയറ്റ്, നല്ല ഉറക്കം, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അതായത് 40 to 45 മിനിറ്റ്സ് റെഗുലർ എക്സസൈസും ഫോളോ ചെയ്യുന്നത് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു ഗോൾ, അതായത് വെയിറ്റ് ലോസ് എന്ന ഗോൾ നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റൽ, അതായത് ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തുന്ന ഓരോ വ്യക്തികളെ നമ്മൾ ഇൻഡിവിജ്വലി കൺസൾട്ട് ചെയ്ത് എന്താണ് അവരുടെ വെയിറ്റ് കൂടുന്നതിന്റെ കാരണമെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ അവരുടെ ഡയറ്റിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ, അല്ലെങ്കിൽ അവർക്ക് എക്സസൈസ്, ഇതെല്ലാം അവരുടെ ലിമിറ്റഡ് ടൈമിലും ജോബിനും ഒക്കെ അനുസരിച്ച് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത് അവർക്ക് റെഗുലർ ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ഒരു ബർഡൻ ആവാത്ത രീതിയിൽ അവർക്കത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കൺസിഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു 6 മന്ത്സിനോടനുബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വെയിറ്റ് ലോസ് സംഭവിക്കുകയും അത് അവരുടെ സമൂഹത്തിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്താനും, അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും, അവർക്ക് ഇഷ്ടപ്പെട്ട ജോബ് അവർക്ക് സെലക്ട് ചെയ്യാനും, ഇഷ്ട ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാനും ഒക്കെ തയ്യാറാകാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു ഗോൾ ഈസിലി നമുക്ക് അച്ചീവബിൾ ആണ്.